സയ്യിദ്, താങ്കൾ ഈ ശിക്ഷാവിധിയിൽ തൃപ്തനാണോ? അല്ലല്ല, ഒന്നാം പ്രതിയുടെ ശിക്ഷാവിധി കുറച്ചുകൂടെ അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തുകൊണ്ടാ അത്? നമ്മുടെ ഈ ഒന്നാം പ്രതിയല്ല നമ്മുടെ ഈ നാട്ടിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയ ആള്, ഈ ആളല്ലേ ഇതിന്റെ എല്ലാം അടിസ്ഥാന ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന യഥാർത്ഥ പിന്നെ എന്താ പറയാ കോൺസ്പിറസി കൊടുത്ത ഈ കൊട്ടേരം കൊടുത്ത ആളെ ഇയാള് വെളിയിൽ പറയണ്ടായിരുന്നു. വെളിയിൽ പറയാതെ ദിലീപാന്ന് പറഞ്ഞ് ഇയാളൊരു നാടകം കളിച്ചില്ലേ ഈ തോന്നിവാസം മുഴുവൻ കാണിച്ചിട്ട്? ദിലീപ് അല്ലെങ്കിൽ ആര് എന്ന് കേരളത്തിന് ഉത്തരം കിട്ടണം. അല്ല, ഇയാൾ കുറ്റകൃത്യം ചെയ്ത് ആരാണ് ഈ കൊട്ടേഷൻ കൊടുത്തിട്ട് ഉത്തരം കിട്ടാൻ കേരളത്തിലെ പൊതുജനത്തിന് അവകാശമുണ്ട്. അല്ല, ഉറപ്പായും അത് മേൽക്കോടതി തെളിയട്ടെ. കൊട്ടേഷൻ കൊടുത്ത ആരാണ്? അത് വേറെ ആരെങ്കിലും ആണോ? അതോ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്? മേൽക്കോടതി തെളിയട്ടെ. അല്ല, ഒറ്റ കാര്യം എന്തായാലും ഈ പറയുന്ന ഹിംസാത്മകമായ പണി ചെയ്ത ഇയാൾക്ക് കൂട്ടബലാത്സംഗത്തിന്റെ വകുപ്പിൽ ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ കൊടുത്ത് കോടതി പറയുകയാണ് ഈ പ്രതികൾ അത്രയും പ്രായമേ ഉള്ളൂ, അവരുടെ കുടുംബ പശ്ചാത്തലം പരിഗണിക്കണം. അപ്പോ എന്ന് പറഞ്ഞാൽ പ്രതികൾ എന്താ മനുഷ്യരല്ലേ? അവർ കാരുണ്യം അർഹിക്കുന്നില്ലേ സജീവൻ ചേട്ടാ? ഞാൻ ചോദിക്കട്ടെ, കാരുണ്യം അർഹിക്കുന്നുണ്ടെന്ന് ഇവർക്ക് അമ്മയുണ്ടെന്നും ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടെന്നും ഇവർ മനസ്സിലാക്കണ്ടായിരുന്നു. ഇവർ പറയുന്നത് എന്താ? പ്രയർ എന്താണ്? ഞങ്ങൾക്ക് അമ്മയുണ്ട്, അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഈ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അറിയാൻ മേലായിരുന്നു. എന്റെ ചോദ്യം അതാ. നമ്മുടെ നാട്ടിൽ സമാധാനം പുലരണ്ടേ? ഞാനും ആഷ്മിയും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണ്ടേ? ഒരു രാജ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സിറ്റിസൺ അല്ലേ? ആ രാജ്യത്തോട് നമ്മൾ പറയുന്നത്, നമ്മുടെ രാജ്യത്തോട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മളെ നാട്ടിൽ അനാർക്കി ഉണ്ടാകാൻ പാടില്ല ആഷ്മി. എന്റെ മക്കളും ആഷ്മിയുടെ മക്കളും ഈ സമൂഹത്തിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. നമ്മുടെ മക്കൾ ഇവിടെ ജീവിക്കേണ്ടതല്ലേ? ഇവിടെ സമാധാനം പുലരണ്ടേ? അനാർക്കി ഉണ്ടാകാൻ പറ്റുമോ? അപ്പോൾ ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് ഓർഡർ ഇൻ എ ലിവിംഗ് സൊസൈറ്റി എന്ത് വേണം? നിയമം കർക്കശമാകണം, ശിക്ഷ കൂടണം, മയക്കുമരുന്ന് കച്ചവടക്കാരെയൊക്കെ പിടിച്ച് നല്ല ചിട്ട കൊടുക്കണ്ടേ? സമൂഹം ശരിയായ ദിശയിൽ പോകാൻ നിങ്ങൾ ചർച്ച ചെയ്യണം. അല്ല, ഇത് കോടതിയുടെ പൂർണ്ണമായ വിവേചനാധികാരമാണ്, കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ കൂടിയും ഇത്രയും ഹിംസാത്മകമായി എന്ന് പറഞ്ഞാൽ ഇത് ഗ്യാങ് റേപ്പ് മാത്രമല്ല, അത് ചിത്രീകരിക്കൽ മാത്രമല്ല, ഇത് എവിടോ കൊണ്ട് ഗൂഢകേന്ദ്രങ്ങൾ സൂക്ഷിക്കൽ മാത്രമല്ല, ഇതെല്ലാ കാലത്തേക്കും അതിജീവിതയ്ക്കൊരു ഡെമോക്രസിന്റെ വാള് പോലെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഒരു വല്ലാത്ത പണിയാണ് ഇവന്മാർ കാണിച്ചത്. അപ്പോൾ അവർക്ക് ആ വകുപ്പിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകാം എന്ന് കോടതിയുടെ ആലോചന പോയത് എന്താകാം കാരണം? ശ്രീ സജീവ് നന്ദിയാട്ട് അറിയില്ല, അത് കോടതിയുടെ മനസ്സിലിരിക്കുന്ന കാര്യമാണ്, നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ കോടതിയെ വിമർശിക്കാൻ ഞാൻ അർഹമില്ല, ജഡ്ജിയെ ഞാൻ വിമർശിക്കില്ല. എന്റെ കോടതി വിധിയെ പറ്റി പറയുന്നേ ഉള്ളൂ. അതെ, അത് ശിക്ഷ കുറഞ്ഞു പോയെന്ന അഭിപ്രായം, ഒന്നാം പ്രതിക്ക് ശിക്ഷ കുറഞ്ഞു പോയെന്ന അഭിപ്രായം എനിക്കുണ്ട്. രണ്ടാം പ്രതി പോലും പെട്ടുപോയതാണെന്ന് എനിക്കറിയാം. പക്ഷെ പെട്ടുപോയിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ മാർട്ടിൻ പെട്ടുപോയതാണെന്ന് എന്റെ ഒരു നിഗമനം. പക്ഷെ അതുകൊണ്ടെങ്കിൽ കാര്യമില്ല. അവിടെ നിന്ന് ഞാൻ എക്സ്ക്യൂസ് അല്ല. ഇവിടെ നാട്ടിലെ അമ്മ പെങ്ങന്മാർക്ക് ജീവിക്കണം. ഇവിടെ ദത്തസാവധ ബോഡി രാജ്യത്ത് കോടതികൾ ഉണ്ടാക്കിയിരിക്കുന്നു, നിയമം ഉണ്ടാക്കിയിരിക്കുന്നു, പോലീസ് ഉണ്ടാക്കുന്നു, പട്ടാളത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാ, കണ്ണിലേക്ക് ഇഷ്ടപ്പെടുക പോലെ നമ്മളെ പരിപാലിക്കാൻ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ട സാവധ ബോഡി ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിർത്താൻ നമ്മുടെ രാജ്യത്തിന് ബാധ്യതയുണ്ട്. നമ്മുടെ മേൽ നമ്മളിലെ രാജ്യം അതിനകത്തും മാർട്ടിൻ കുറ്റക്കാരനല്ലെന്ന് പറയാൻ നോക്കുന്നത്. കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയപ്പോൾ താങ്കൾ ദിലീപിന്റെ വക്താവാണല്ലോ, പോട്ടെ അത് വിട്ടേക്ക്. ഇവിടെ കോടതി കുറ്റക്കാരൻ നടത്തി രണ്ടാം പ്രതി മാർട്ടിൻ പെട്ടുപോയെന്നാ പറയുന്നത്. എന്ത് പെട്ടുപോലും മാർട്ടിൻ കുറ്റക്കാരൻ കോടതി കണ്ടെത്തിയാൽ ശരി 20 വർഷം കിട്ടിയുള്ളൂ. പക്ഷെ എന്നാൽ പോലും കോടതി കണ്ടെത്തിയ ഒരാള് പെട്ടുപോയെന്നാ താങ്കൾ പറയുന്നത്. അജിയന്തേട്ട മോശമാണ്. അല്ലല്ല, ആ കൂടെ ഉണ്ടെങ്കിൽ അതിന് അർഹനാണ്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വിട്ടുപോകുന്നത് കാര്യമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഗ്യാങ് റേപ്പ് വിട്ടുപോകുന്നത് എങ്ങനെയാ? അങ്ങനെ കൂട്ടബലാത്സംഗത്തിൽ ഒരാൾ വിട്ടുപോകും? ഇങ്ങനെ ഒരു സംഭവത്തിനാ പോകുന്നത് അദ്ദേഹം പല പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ എന്നെ ന്യായീകരിച്ച കേട്ടോ, അങ്ങനെ ന്യായീകരിക്കാൻ പറ്റും. എന്റെ കോടതി എന്ത് പറഞ്ഞു? അതാ എന്റെ കോടതി, എന്റെ രാജ്യം, എന്റെ എന്റെ രാജ്യം ആരാ നമ്മുടെ അറിയാവോ? പഠിച്ചു വെക്ക്. രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡിയനാ. രാജ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റു രാജ്യം നമ്മളെ ആക്രമിക്കില്ലേ? നമ്മുടെ രാജ്യത്ത് നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുമോ? നമ്മളെ കീഴ്പ്പെടുത്തില്ലേ? നമ്മുടെ രാജ്യം ശക്തി പ്രാപിക്കണം. നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ കോടതികൾ ഇവിടെ ഉണ്ടാവണം. തെറ്റ് ചെയ്യുന്ന ഉപ്പ് വെള്ളം കുടിക്കണം. പണിഷ്മെന്റ് ഉണ്ടാവണം, ശക്തമായ പണിഷ്മെന്റ്. ഇനി നിയമം മാറ്റണം. അല്ല, നിയമമുണ്ട്. അല്ലല്ല, ശ്രീ സജീവ് നന്ദിയാട്ടെ, ഈ കേസിൽ കൂട്ടബല ഗ്യാങ് റേപ്പ് കേസിലുള്ള വകുപ്പ് പ്രകാരം ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ മരിക്കും വരെ തടവിന്, ജീവപര്യന്തം നാച്ചുറൽ ലൈഫിനുള്ള വകുപ്പ് അതിലുണ്ട്. ഇതിൽ ഏറ്റവും കുറഞ്ഞ വകുപ്പാണ് 20 വർഷം. അല്ല, നിയമത്തിന്റെ പ്രശ്നമല്ല. കോടതിയുടെ മനസ്സിലെന്താ നമുക്ക് അറിയാൻ പറ്റില്ല. അത് വിധിയിലായതിലൂടെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നമ്മൾ പഠിക്കും. നമ്മൾ പറഞ്ഞില്ലേ, വെർഡിക്റ്റ് വരുമ്പോ നമുക്ക് ഇരിക്കണം ആശുവി. രാജ്യത്തോട് പറയാനുണ്ട്. ഈ നിർഭയ കേസ് വന്നപ്പോ ഒത്തിരി മാറ്റങ്ങൾ ഈ രാജ്യത്ത് വന്നില്ലേ? നിർഭയ കേസ്, ഒരു പെൺകുട്ടിയുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് മാറ്റം ഉണ്ടാകാൻ നമുക്ക് മാറ്റം ഉണ്ടാക്കണം ആശ്മി. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് സ്ത്രീ സുരക്ഷ പ്രധാനമാണ്. അതിന് വൃത്തികേട് കാണിക്കുന്നതും വൃത്തികേട് കാണിക്കാൻ നിർദ്ദേശം നൽകുന്നതും ഒക്കെ
അധമ പണിയാണ്, അത് ഈ രാജ്യത്ത് ഉണ്ടായിക്കൂടാ എന്ന കാര്യത്തിൽ ഞാനും അങ്ങയോട് വളരെ കൃത്യമായി തന്നെ യോജിക്കുന്നു സയ്യിദ്. താങ്ക് യു. എന്തായാലും ഈ വിധി പ്രസ്താവന വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇരിക്കേണ്ടി വരും. കാര്യം ഈ പറയുന്ന അങ്ങേയറ്റം ഹിംസാത്മകമായ പണി ചെയ്ത ഒരാൾക്ക് 20 വർഷം ശിക്ഷാവിധി എന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ ബഹുമാനപ്പെട്ട നീതിപീഠം കൊടുക്കുമ്പോൾ ഉറപ്പായും ആ ശിക്ഷാവിധിയിൽ പിന്നെയും ചോദ്യങ്ങളുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ശിക്ഷാവിധി ഈ പറയുന്ന അതിന്റെ പൂർണ്ണ പകർപ്പ് എപ്പോൾ വരും എന്ന ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.